കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് തിരിച്ചാൽ കുറച്ച് വെള്ളമേ വരുള്ളൂ. എല്ലാ പൈപ്പും ഒപ്പം തുറന്നാൽ കുറച്ച് വെള്ളം വരുള്ളൂ. പെട്ടെന്ന് ഒരു ഉസ്താദ് വരികയാണെങ്കിൽ മറ്റുള്ള കുട്ടികളൊക്കെ പറയും പൈപ്പ് കൂട്ട്. ഒരു പൈപ്പ് മാത്രം തുറക്കാൻ പറയും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ആ പൈപ്പ് പൂട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള പൈപ്പുകൾ പൂട്ടിക്കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ കൂടുതൽ വെള്ളം വരും. ശരിയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പൈപ്പുകളുണ്ട്. ആ പൈപ്പിന്റെ പേരുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. അതിലൊരു പൈപ്പാണ് നമ്മുടെ ഫാമിലി ആകുന്ന പൈപ്പ്, നമ്മുടെ കൂട്ടുകാരാകുന്ന പൈപ്പ്, ഗഫലത്താകുന്ന പൈപ്പ്, നമ്മുടെ സമ്പത്താകുന്ന പൈപ്പ്. അങ്ങനെ തുടങ്ങി എത്രത്തോളം പൈപ്പ് വേണോ എല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാം. എന്നാൽ കൂടുതൽ തുറക്കേണ്ട ഒരു പൈപ്പുണ്ട്. ആ പൈപ്പാണ് നമ്മുടെ സ്പിരിച്വൽ പൈപ്പ് എന്ന് പറയുന്നത്, ആത്മീയമായ പൈപ്പ്. മുഴുവൻ പൈപ്പുകളും ഒരുപോലെ തുറന്നു കഴിഞ്ഞാൽ ഒരു പൈപ്പിലും കൂടുതൽ വെള്ളം വരില്ല. What I mean is, സ്പിരിച്വലി ഒരുപാട് ഇബാദത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കണം. അതുപോലെ തന്നെ ഫാമിലിയെയും പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടുകാരുമായി കളിക്കുകയും വേണം. അതുപോലെ തന്നെ കിടന്നുറങ്ങുകയും വേണം. എന്ന് വെച്ചാൽ എല്ലാം ചെയ്യാം, പക്ഷേ ആവറേജ് ആവുകയുള്ളൂ. അതെല്ലാം ഭൗതികമായും അല്ലെങ്കിൽ ആത്മീയമായും ഏതെങ്കിലും ഒരു മേഖലയിൽ ഉന്നതിയിലേക്ക് എത്തിയ ആളുടെ മറ്റുള്ള പൈപ്പുകളെല്ലാം കൂടിയിരിക്കും, അറിയാതെ അല്പമെങ്കിലും കുറഞ്ഞിരിക്കും. ബിസിനസ്മാൻമാർ നമ്മൾ കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങാൻ അവർക്ക് കഴിയുകയില്ല. വലിയ വലിയ സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ വാരിക്കൂട്ടിയവരുടെ ഫാമിലി ലൈഫിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ പരാജയമായിരിക്കും കാണുക. അതും ഇതും ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയാസമാണ്. പഠിക്കുകയും വേണം, അതുപോലെ തന്നെ എനിക്ക് വീട്ടിലും പോകണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ഇംപോസിബിൾ. നമുക്കിത് എങ്ങനെ അറിയാം നമുക്ക് എവിടെയാണ് അറ്റാച്ച്മെന്റ് ഉള്ളത് എന്ന്? അതിന് നാം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എവിടെയാണ് നാം എക്സ്ക്യൂസ് പറയുന്നത്, അതിന്റെ ഓപ്പോസിറ്റിലാണ് നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബിലാൽ ഉസ്താദ് കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് വരെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ പറയുന്ന എക്സ്ക്യൂസ് എന്താണ്? ഇവിടെ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പരീക്ഷയ്ക്കാണ് വരുന്നത്, എനിക്ക് ഇവിടെ നിന്ന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരോട് എക്സ്ക്യൂസ് പറയുന്നു. എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല, ഇവിടെ പഠിക്കാനുണ്ട്. അതല്ല, പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടിയാണെങ്കിൽ എന്താ പറയുക? ഉസ്താദേ, ഞാൻ പോയേ പറ്റൂ, ഞാൻ പോയില്ലെങ്കിൽ ശരിയാവൂല, ഒരുപാട് പണികളുണ്ട്, ഞാൻ ചെന്നാലേ ശരിയാവുള്ളൂ. ഇവിടെ എക്സ്ക്യൂസ് പറയും, അവിടേക്ക് അവൻ പോകും. നമ്മളെ ചിലപ്പോ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോ ചില ആള് പെട്ടെന്ന് പറയും, നമ്മൾ സീരിയസ് ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പറയും, ഭാര്യയുടെ കോള് വരുന്നുണ്ട്, ശരിട്ടാ ഞാൻ പോയിട്ട് വരാം. ദാറ്റ് മീൻസ് ക്ലാസ്സിലേക്കാൾ പ്രധാനം ഭാര്യയെ തൃപ്തിപ്പെടുത്തലാണ്. അതല്ല, ക്ലാസ് ആണ് ഇമ്പോർട്ടന്റ് എങ്കിൽ ഭാര്യയുടെ കോള് തൽക്കാലം അറ്റൻഡ് ചെയ്യില്ല. What I mean is, നമുക്ക് തുറക്കേണ്ട പൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ പൈപ്പാണ്, ആത്മീയ പൈപ്പാണ്, പഠിപ്പുകളുടെ പൈപ്പാണ്, പഠിക്കുന്ന പൈപ്പാണ് തുറക്കേണ്ടത്. എങ്ങനെ തുറക്കുന്ന? നമുക്കെങ്ങനെ മറ്റുള്ള പൈപ്പുകൾ പൂട്ടാൻ കഴിയും? കളിയാകുന്ന പൈപ്പ് എങ്ങനെ പൂട്ടാൻ കഴിയും? ഓഫലത്താകുന്ന പൈപ്പ് എങ്ങനെ പൂട്ടാൻ കഴിയും? അതിന് നാം നമ്മുടെ ചിന്തയുടെ പാറ്റേൺ ഒന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ നമുക്ക് കൺമുൻപിൽ തന്നെ ഒരുപാട് തെളിവുകൾ അല്ലാഹു തരുന്നുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൺമുന്നിലാണ് വയനാട്ടിൽ വീടുകളെല്ലാം ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങിയ കുടുംബങ്ങൾ മുഴുവനും ഒലിച്ചു പോകുന്നു. 16 പേര് വരെ ഒലിച്ചു പോയതായ സംഭവങ്ങൾ കാണുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, "ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്." ജനങ്ങളുടെ കരവിരുത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു ആയത്തിൽ കാണാം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം.
നാം മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് അല്ലാഹു തആല മാറ്റങ്ങൾ വരുത്തുന്നത്. നമുക്ക് നല്ല ഒരു ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ, if you want a good result, a new result in your life, you have to do something new today. നിനക്ക് നാളെ പുതിയ ഭാവിയിൽ ഒരു പുതിയ റിസൾട്ട് ആവശ്യം ഉണ്ട് എങ്കിൽ ഇന്ന് നീ ഒരു പുതിയ കാര്യം ചെയ്യണം. നീ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നാളെ നിനക്ക് പുതിയൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. സോ നാം മാറൽ നിർബന്ധമാണ്. എങ്ങനെ മാറും? നാം ചിന്തിക്കണം. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മാത്രമാണ്. നാം ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ ശിക്ഷിക്കപ്പെടും. അല്ലാഹു തആല പറയുന്നുണ്ട്, നാം ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ചരിത്രത്തിൽ കാണാം, റൗദുൽ റയാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ഒരു ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇസ്രായേൽ ജനത എന്ന് പറയുന്ന ഒരിക്കൽ വരൾച്ചയുണ്ടായ സമയത്ത്, നബിയെ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. കുട്ടികളെല്ലാം കഷ്ടപ്പെട്ടു പോയി, വെള്ളമില്ല, മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു, വെള്ളമില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ഒരു മരുഭൂമിയിലേക്ക് എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഏകദേശം 70,000-ഓളം ആളുകൾ ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, മുല കുടിക്കുന്ന കുട്ടികളുണ്ട്, വാർദ്ധക്യത്തിലെത്തിയ പ്രായമായവരുണ്ട്, മൃഗങ്ങളുണ്ട്. റഹ്മാനായ റബ്ബേ, നിന്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് മഴ നീ ചൊരിഞ്ഞു തരണേ അല്ലാഹ്. ദുആ ചെയ്യുന്നു, പക്ഷേ മഴ ലഭിക്കുന്നില്ല, ഉത്തരം ലഭിക്കുന്നില്ല. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. അവസാനത്തിൽ വരാനിരിക്കുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. ഇങ്ങനെ അങ്ങ് ദുആ ചെയ്ത ഉടനെയതാ അല്ലാഹു തആല വഹി അറിയിക്കുന്നു, ഓ മൂസാ അലൈഹിസ്സലാം, നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരേ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ പുറത്താക്കാതെ ഞാൻ നിങ്ങൾക്ക് മഴ തരില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരു ആള് തെറ്റ് ചെയ്തതിന്റെ പേരിൽ 70,000-ഓളം വരുന്ന ആ ജനതയ്ക്ക് മഴ അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം സങ്കടത്തിലായി. എങ്ങനെയാണ് ആ മനുഷ്യനെ പുറത്താക്കുക? തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നു, 40 വർഷമായി തെറ്റ് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവൻ ഉടൻ തന്നെ പുറത്തു പോകണം, അല്ലെങ്കിൽ നമുക്ക് മഴ ലഭിക്കില്ല. ഇതങ്ങ് പറഞ്ഞ സമയത്ത് ആ മനുഷ്യൻ, തെറ്റ് ചെയ്തിരുന്ന മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ആരും പോകുന്നത് കാണുന്നില്ല. ഞാൻ പോയാൽ എല്ലാവരും എന്നെ തിരിച്ചറിയും, ഞാനാണ് ആ തെറ്റുകാരനെന്ന് മനസ്സിലാക്കുമെന്ന് കരുതി അദ്ദേഹം അദ്ദേഹത്തിന്റെ തല ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങ് പൂഴ്ത്തിക്കൊണ്ട് ദുആ ചെയ്തു, റബ്ബേ, 40 കൊല്ലമായി ഞാൻ നിനക്കെതിരിൽ ജീവിക്കുന്നു, തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. നീ എന്നെ ശിക്ഷിച്ചിട്ടില്ല. ഞാൻ നിന്റെ അരികിലേക്ക് ഇതാ വരുന്നു, നീ എനിക്ക് പൊറുക്കണേ അല്ലാഹ്. അദ്ദേഹം അങ്ങ് ദുആ ചെയ്ത ഉടനെ തന്നെ അതാ കോരിച്ചൊരിഞ്ഞുകൊണ്ട് മഴ പെയ്യുന്നു. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, ആരും പോയില്ലല്ലോ, നീ എങ്ങനെയാണ് മഴ ചൊരിഞ്ഞത്? ഒരാള് പോയെങ്കിലല്ലേ മഴ ചൊരിയൂ എന്ന് നീ പറഞ്ഞത്, പിന്നെ ആരും പോകാതെ എങ്ങനെ മഴ ചൊരിഞ്ഞു? അല്ലാഹു പറയുന്നു, ഞാൻ ആര് കാരണമാണോ മഴ തരാതിരുന്നത്, ആ ഒരു വ്യക്തി കാരണം തന്നെയാണ് ഇപ്പോൾ മഴ ചൊരിഞ്ഞത്. അദ്ദേഹം തൗബ ചെയ്തു, ആ തൗബ ഞാൻ സ്വീകരിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എങ്കിൽ എനിക്ക് ആളൊന്ന് കാണിച്ചു തരണം റബ്ബേ. അല്ലാഹു പറയുന്നു, തെറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ അവനെ വഷളാക്കിയിട്ടില്ല. എന്നിട്ടാണോ എന്നിലേക്ക് മടങ്ങി വന്ന അദ്ദേഹത്തെ ഞാൻ വഷളാക്കുന്നത്? അല്ലാഹു അദ്ദേഹത്തെ കാണിച്ചു നൽകിയില്ല.
റൗദുൽ റയാഹീനിൽ കാണാം ഈ ചരിത്രം. ഞാൻ പറയുന്നത് ചിലപ്പോൾ നാം കാരണം മറ്റുള്ളവർ ബുദ്ധിമുട്ടും. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നാം മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിലും സങ്കടപ്പെടുത്തരുത്. ആയതുകൊണ്ട് നാം എല്ലാം തൗബ ചെയ്ത് മടങ്ങണം. എന്തായാലും നാം മരിക്കും. എത്ര തന്നെ കാലം ജീവിച്ചാലും നാം മരിക്കുക തന്നെ ചെയ്യും. ഒരു കവി പാടിയല്ലോ, യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു. ഒരു മനുഷ്യൻ എത്ര തന്നെ ഡോക്ടേഴ്സിന്റെ ഇടയിൽ കിടന്ന് ജീവിച്ചാലും, അവൻ ഡോക്ടറായി മാറിയാലും, എത്ര തന്നെ സുരക്ഷിതത്വത്തോടുകൂടി ജീവിച്ചാലും, അവൻ ഒരു ദിവസം മയ്യത്ത് കട്ടിലിൽ കയറേണ്ടവൻ തന്നെയാണ്. അവർ മരിച്ചു, അപ്പോ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല, അവരൽപ്പം നേരത്തോടെ പോയി. നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ പോകേണ്ടവരാണ്. അല്ലാഹു ഈമാനോട് കൂടിയാക്കട്ടെ. അവർക്കെല്ലാം അല്ലാഹു ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരും മരിക്കും, നമ്മളും മരിക്കും. പക്ഷേ വെള്ളത്തിൽ മുങ്ങി മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. കാരണം സാധാരണ മരണത്തിനേക്കാൾ പ്രയാസമാണ് ആ മരണം. അല്ലാഹു തആല നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ മരിച്ചുപോയ എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു തആല ഷഹീദും ശുഹദാഇന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദിന്റെ എല്ലാ പദ്ധതികളും അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. അത്യുന്നതയിലായി വിജയിപ്പിക്കുമാറാകട്ടെ.